Dear students, we are discussing the chapter stereochemistry. In that chapter, we discussed stereoisomerism. What is meant by stereoisomerism and what are the type of stereoisomerism? Stereoisomerism is divided into two: conformational isomerism and configurational isomerism. We discussed conformational isomerism in detail. അതായത് കൺഫർമേഷണൽ ഐസോമറിസം എന്താണെന്നും എന്തൊക്കെയാണ് ഏതൊക്കെ മോളിക്യൂൾസിൻ്റെ കൺഫർമേഷണൽ ഐസോമറിസം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൺഫർമേഷണൽ ഐസോമറിസം ഇൻ ഈഥെയ്ൻ മോളിക്യൂൾ, അതുപോലെ കൺഫർമേഷണൽ ഐസോമറിസം ഓഫ് സൈക്ലോഹെക്സെയിൻ, മീഥൈൽ സൈക്ലോഹെക്സെയിൻ, ഈഥെയ്ൻ മോളിക്യൂളിലെ സോഹോസ് ആൻഡ് ന്യൂമാൻ പ്രൊജക്ഷൻസ്, എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻസ്, അതൊക്കെ എങ്ങനെയാണ് വരയ്ക്കാമെന്നും എന്താണ് കൺഫർമേഷണൽ ഐസോമറിസം അറൈസ് ചെയ്യാൻ കാരണമെന്നും അതുപോലെ എന്താണ് സൈക്ലോഹെക്സൈൻ്റെ കൺഫർമേഷൻ, ബോട്ട്, ചെയർ, എന്തിൻ്റെ സ്റ്റെബിലിറ്റി ഏതാണ്, അത് സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് ഏത് കൺഫർമേഷനാണ്, അതുപോലെ ആക്സിയൽ ബോണ്ടും ഇക്വറ്റോറിയൽ ബോണ്ടും എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, അതുപോലെ മീഥൈൽ സൈക്ലോഹെക്സൈൻ്റെ കൺഫർമേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെയായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി സ്റ്റീരിയോ ഐസോമറിസത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള കോൺഫിഗറേഷണൽ ഐസോമറിസം ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കോൺഫിഗറേഷണൽ ഐസോമറിസത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ജോമെട്രിക്കൽ ഐസോമറിസം, രണ്ടാമത്തത് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമറിസം എന്നും ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നും കോൺഫിഗറേഷണൽ ഐസോമറിസത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ജോമെട്രിക്കൽ ഐസോമറിസം ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ എന്ന ആ ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ അതിൻ്റെ നെസസറി കണ്ടീഷൻ, എന്താണ് സിസ് ട്രാൻസ് ഐസോമേഴ്സ്, അതുപോലെ എന്താണ് ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ കോസ്, അതിൻ്റെ എക്സാമ്പിൾസ്. രണ്ട് എക്സാമ്പിളാണ് നമുക്ക് പഠിക്കാനുള്ളത്, 2-ബ്യൂട്ടീനും മലൈക് ആൻഡ് ഫ്യൂമാരിക് ആസിഡും. രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. ഓക്കെ, ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് ദ ടു ഐസോമേഴ്സ് വിച്ച് ഹാവ് ദ സെയിം സ്ട്രക്ചറൽ ഫോർമുല. രണ്ട് ഐസോമേഴ്സിന് എന്താണ് സ്ട്രക്ചറൽ ഫോർമുല സെയിം ആണ്, പക്ഷേ അതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസം, അതായത് ഒരു ഡബിൾ ബോണ്ടിന് ചുറ്റും, ഇതാണ് ഒരു ഡബിൾ ബോണ്ട്, ഈ ഡബിൾ ബോണ്ടിന് ചുറ്റും കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന് ചുറ്റുമുള്ള ഈ കാർബണിൻ്റെ ബാക്കി രണ്ട് വാലൻസിയില്ലേ, ആ രണ്ട് വാലൻസിയിലും ഉള്ള ആറ്റംസിൻ്റെയും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ ഉള്ള ഡിഫറൻസ് കാരണം അറൈസ് ചെയ്യുന്ന ഐസോമറിസമാണ് എന്തെന്ന് പറയുന്നത്, ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. ആ ഐസോമേഴ്സിനെയാണ് നമ്മൾ ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് വിളിക്കുക. ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് ജോമെട്രിക്കൽ ഐസോമറിസം. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനേഷൻ ഒന്നുകൂടി നോക്കാം. ടു ഐസോമേഴ്സ് വിച്ച് ഹാവ് സെയിം സ്ട്രക്ചറൽ ഫോർമുല, രണ്ട് ഐസോമർ അതിന് സെയിം സ്ട്രക്ചറൽ ഫോർമുല ആയിരിക്കും, but differ in the spatial arrangement of atoms or groups around a double bond. ഒരു ഡബിൾ ബോണ്ടിന് ചുറ്റുമുള്ള ആറ്റംസോ അല്ലെങ്കിൽ ഗ്രൂപ്പ്സിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് വ്യത്യാസമായിരിക്കും. അങ്ങനെയുള്ള ഐസോമേഴ്സിനെയാണ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് വിളിക്കുക. ആ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് ജോമെട്രിക്കൽ ഐസോമറിസം. ഇനി എന്തുകൊണ്ടാണ് ഒരു ഡബിൾ ബോണ്ടിന് ചുറ്റും ഈ ഗ്രൂപ്പ്സിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് മാറുന്നത്? അതിൻ്റെ റീസണാണ് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ എബൌട്ട് ഡബിൾ ബോണ്ട്. റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ എബൌട്ട് ഡബിൾ ബോണ്ട്. അപ്പോഴേ നമ്മൾ ഡെഫിനിഷൻ എന്താവുള്ളൂ, മുഴുവനാവുകയുള്ളൂ. അതായത് ടു ഐസോമേഴ്സ് വിച്ച് ഹാവ് ദ സെയിം സ്ട്രക്ചറൽ ഫോർമുല ബട്ട് ഡിഫർ ഇൻ ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് atoms or groups around a double bond due to restricted rotation about the double bond is called geometrical isomers and the phenomenon is called geometrical isomerism. Okay, ഇതാണ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷൻ, ജോമെട്രിക്കൽ ഐസോമറിസം എന്താണെന്നും പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് എല്ലാ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളും എന്ത് കാണിക്കില്ല, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. എന്നാൽ ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട് എന്ന് പറയുന്നതിന്
അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. എല്ലാ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളും എന്ത് കാണിക്കില്ല? ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. പക്ഷേ ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ആ നെസസറി കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. അതായത് ജിയോമെട്രിക്കൽ ഐസോമറിസം ഈസ് ദ ടൈപ്പ് ഓഫ് സ്റ്റീരിയോ ഐസോമറിസം വിച്ച് അറൈസസ് ഡ്യൂ ടു റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ എബൌട്ട് ഡബിൾ ബോണ്ട്. ജിയോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്റ്റീരിയോ ഐസോമറിസം ദാറ്റ് അറൈസസ് ഡ്യൂ ടു റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ എബൌട്ട് ഡബിൾ ബോണ്ട്. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ഓഫ് ഡബിൾ ബോണ്ട് കാരണം അറൈസ് ചെയ്യുന്ന സ്റ്റീരിയോ ഐസോമറിസമാണ് എന്തെന്ന് പറയുന്നത്? ജിയോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. The mere presence of a double bond in a molecule does not ensure the occurrence of geometrical isomerism. That means the presence of double bond എന്ന് പറയുന്നത് എന്താണ്? ജിയോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട് എന്നതിനെ എൻഷ്യൂർ ചെയ്യുന്നില്ല. അതായത് കോമ്പൗണ്ട് ഡബിൾ ബോണ്ടഡ് ആണ് എന്ന് കരുതി ആ കോമ്പൗണ്ട് എന്താവണമെന്നില്ല? ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കണമെന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, ഫോർ ജിയോമെട്രിക്കൽ ഐസോമറിസം ടു ഒക്കർ ഇറ്റ് ഈസ് എ നെസസറി കണ്ടീഷൻ ദാറ്റ് ടു ഐഡൻറ്റിക്കൽ ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഷുഡ് നോട്ട് ബി പ്രസൻറ്റ് ഓൺ either ഓഫ് ദ ആറ്റംസ് ലിങ്ക്ഡ് ബൈ ഡബിൾ ബോണ്ട്. അതായത് ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ രണ്ട് ഐഡൻറ്റിക്കൽ ആറ്റംസ്, two identical atoms or groups should not be present on either of the atoms linked by double bond. ഡബിൾ ബോണ്ട് വഴി ലിങ്ക് ചെയ്തിട്ടുള്ള ആറ്റംസിൻ്റെ മുകളിൽ ഒരുപോലെയുള്ള ഗ്രൂപ്പുകൾ വരാൻ പാടില്ല. ഓക്കെ, അതായത് ഈ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റംസിൻ്റെ മുകളിൽ എന്തായിരിക്കണം? ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കണം ബോണ്ട് ഫോം ചെയ്യേണ്ടത്. നമ്മൾ എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മളിതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ABC ഡബിൾ ബോണ്ട് CAB, ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് ഈ കോമ്പൗണ്ട്. C ഡബിൾ ബോണ്ട് C, B. ഓക്കെ, ഇവിടെ അതുപോലെ AB. ഓക്കെ, ഇതാണ് ABC ഡബിൾ ബോണ്ട് CAB എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാർബൺ ഡബിൾ ബോണ്ട്, ഒരു ഫസ്റ്റ് കാർബണിൻ്റെ മുകളിൽ AB എന്ന് പറയുന്ന ആറ്റംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സെക്കൻഡ് കാർബണിൻ്റെ മുകളിലും AB എന്ന് പറയുന്ന ആറ്റംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതൊരു ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്ന ഒരു കോമ്പൗണ്ടിന് എക്സാമ്പിളാണ്. ഓക്കെ, അതുപോലെ ABC ഡബിൾ ബോണ്ട് CAD, അതായത് ഈ ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലുള്ള ഗ്രൂപ്പിന് വ്യത്യാസമില്ല, Aയും Bയും തന്നെയാണ്, ആദ്യത്തേന്ന് വ്യത്യാസമില്ല. പക്ഷേ രണ്ടാമത്തെ കോമ്പൗണ്ടിൽ ഇതെന്തതിന് D ആണ്. അങ്ങനെയാണെങ്കിലും എന്ത് കാണിക്കും? ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതായത് കണ്ടീഷൻസിൽ എന്താ പറഞ്ഞത്? ടു ഐഡൻറ്റിക്കൽ ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഷുഡ് നോട്ട് ബി പ്രസൻറ്റ് ഓൺ either ഓഫ് ദ ആറ്റംസ് ലിങ്ക്ഡ് ബൈ ഡബിൾ ബോണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ കാർബൺ, ഇതാണല്ലോ ഫസ്റ്റ് കാർബൺ. ഈ ഫസ്റ്റ് കാർബണിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളും സെയിം ആവാൻ പാടില്ല. അതാണ് ആ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. അതുപോലെ സെക്കൻഡ് കാർബണിൻ്റെ മുകളിലും അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളും സെയിം ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സെയിം ആണെങ്കിൽ ദാറ്റ് ഡസ് നോട്ട് ഷോ ജിയോമെട്രിക്കൽ ഐസോമറിസം. അതിനുള്ള എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കാർബണിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ട് ആറ്റംസും A തന്നെയാണ്. A2 എന്ന് കാണുന്നില്ലേ? അതായത് നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ C ഡബിൾ ബോണ്ട് C, ഇത് രണ്ടും എന്താണ്? A ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കുമോ? ഈ ഒരു കോമ്പൗണ്ടിൽ
എങ്ങനെ എ എഴുതിയാലും നമുക്ക് സെയിം തന്നെയാണ് കിട്ടുക. അപ്പോൾ സ്പേഷ്യൽ ഓറിയൻറ്റേഷനിൽ വ്യത്യാസം വന്നെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ ഈ രണ്ടാമത്തെ കോമ്പൗണ്ട്, അതായത് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാത്തതിലുള്ള രണ്ടാമത്തെ കോമ്പൗണ്ട് എന്താണ്? ഇത് രണ്ടും എ ആണ്. അതുപോലെ ഇത് എയും ഇത് ബിയും ആണ്. ഓക്കെ. എന്നാൽ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പേഷ്യൽ ഓറിയൻറ്റേഷനിൽ വ്യത്യാസം വരുന്നത് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ നോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകൾ ഒരേ കാർബൺ ആറ്റത്തിനോട് സെയിം ഗ്രൂപ്പുകൾ വന്നിട്ട് അറ്റാച്ച് ചെയ്യാൻ, സെയിം ആറ്റംസ് വന്നിട്ട് അറ്റാച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്ന കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിളായിട്ടുള്ളത് ഈ ഫോമിലുള്ള കോമ്പൗണ്ടുകളാണ്. അത് നമ്മൾ എക്സാമ്പിൾ എടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് 2 ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ബ്യൂട്ടി എന്ന് പറയുമ്പം സി ഡബിൾ ബോണ്ട് CH3H. ഓക്കെ, CH3H. ഇത് 2 ബ്യൂട്ടീൻ്റെ ഒരു സ്ട്രക്ചറാണ്. 2 ബ്യൂട്ടീൻ എന്ന് പറയുമ്പോൾ 4 കാർബൺ ആറ്റംസ് ഉള്ള ഒരു കോമ്പൗണ്ട്, ഒരു ആൽക്കീനാണ് 2 ബ്യൂട്ടീൻ. 2 ബ്യൂട്ടീൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട്, ബാക്കി എന്തായിരിക്കും? ഹൈഡ്രജൻ ആറ്റംസ് ആയിരിക്കും. ഇതാണ് 2 ബ്യൂട്ടീൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഈ ഫോർമുലയിലുള്ള 2 ബ്യൂട്ടീൻ്റെ ഒരു ഫോമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ കാർബൺ എഴുതി, ഈ സെക്കൻഡ് കാർബൺ, ഇതാണ് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ്, ഇത് ഫോർത്ത്. അതായത് ഇത് നമ്മളെ ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ, ഇത് ഫോർത്ത് കാർബൺ. അതിനെയാണ് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതൊരു ഫോമാണ് CH3H. കാർബൺ ആറ്റത്തിന് ചുറ്റും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സാണ്, 2 ഡബിൾ ബോണ്ടറായിട്ടുള്ള കാർബൺ ആറ്റത്തിന് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒരു കാർബണിൻ്റെ മുകളിൽ ഹൈഡ്രജനും CH3, മറ്റേ കാർബണിൻ്റെ മുകളിലും ഹൈഡ്രജനും CH3. ഇതൊരു ഫോമാണ്. ഈ 2 ബ്യൂട്ടീൻ്റെ ഒരു ജോമെട്രിക്കൽ ഐസോമറാണ് ഈ വരച്ചിരിക്കുന്നത്. അതായത് ഹൈഡ്രജൻ ആറ്റം ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, അതുപോലെ CH3 ഗ്രൂപ്പും ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു ഫോമാണ്, ഈ ജോമെട്രിക്കൽ ഐസോമറിൻ്റെ ഒരു ഫോം, 2 ബ്യൂട്ടീൻ്റെ ഒരു ഫോമാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫോം എങ്ങനെ വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഡബിൾ ബോണ്ട് സി, ഹൈഡ്രജൻ CH3. നേരത്തെ നമ്മൾ രണ്ടും ഒരേ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു വരച്ചതെങ്കിൽ ഇവിടെ നമ്മൾ രണ്ടും ഒരേ സൈഡിൽ വരുന്ന രീതിയിൽ വരയ്ക്കാം. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് വേറൊരു ഫോം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാർബൺ ആറ്റത്തിന് ചുറ്റും ഉള്ള ഗ്രൂപ്പ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ മാത്രമാണ് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുക. ഈ കാർബണിൻ്റെ മുകളിൽ ഇത് രണ്ടും CH3 ആണ് വന്നതെങ്കിൽ നമുക്കിവിടെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിൻ്റെ മുകളിലുള്ള ഗ്രൂപ്പ്സ് എന്തായിരിക്കണം? വ്യത്യാസമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുക. ഓക്കെ, ഇനി എന്താണ് സിസ് ട്രാൻസ് ഐസോമറിസം ആണ് നോക്കുന്നത്. സിസ് ട്രാൻസ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കൽ ഐസോമേഴ്സ് വിത്ത് എ സിമിലർ ഗ്രൂപ്പ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട്. ഞാൻ 2 എണ്ണം കാണിച്ചു. അതായത് CH3 ഗ്രൂപ്പ് ഓപ്പോസിറ്റ് വരുന്നു, ഹൈഡ്രജൻ ഓപ്പോസിറ്റ് വരുന്നു. രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് CH3 ഗ്രൂപ്പ് രണ്ടും ഒരേ സൈഡിൽ വരുന്നു, ഹൈഡ്രജൻ രണ്ടും ഒരേ സൈഡിൽ വരുന്നു, അല്ലേ? അങ്ങനെ 2 ഫോമുകൾ കാണിച്ചു. അതിൽ സിമിലർ ഗ്രൂപ്പ്, ഒരേപോലെയുള്ള ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സിസ് ഐസോമർ എന്ന് വിളിക്കും. ഇനി അതല്ല, ഒരേപോലെയുള്ള ഗ്രൂപ്പുകൾ ഡിഫറെൻറ്റ് സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ ട്രാൻസ് ഐസോമർ എന്ന് വിളിക്കും. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമറിസത്തിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സിസ് ട്രാൻസ് ഐസോമറിസം. അതായത് നേരത്തെ നമ്മൾ വരച്ച ബ്യൂട്ടൈൻ്റെ കേസിൽ CH3 ഹൈഡ്രജൻ. ഓക്കെ, ഇവിടെ നമുക്ക് പറയാം ഒരേ ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വന്നു,
ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സിസ് ഐസോമർ എന്ന് വിളിക്കും. ദ ജോമെട്രിക്കൽ ഐസോമേഴ്സ് വിത്ത് സിമിലർ ഗ്രൂപ്പ്സ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട്, അതാണ് എന്തെന്ന് പറയുന്നത്? സിസ് ഐസോമർ. ഇനിയോ ജോമെട്രിക്കൽ ഐസോമേഴ്സ് വിത്ത് സിമിലർ ഗ്രൂപ്പ്സ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്, അത് നമ്മൾ നേരത്തെ വരച്ച് കഴിഞ്ഞതാണ്. ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. CH3 ഇവിടെ ആണെങ്കിൽ അടുത്ത കാർബൺ ആറ്റത്തിൻ്റെ CH3 എവിടെയാണ് ഉണ്ടാവുക? ഇവിടെ. ഓക്കെ, അതാണ് സിമിലർ ഗ്രൂപ്പ്സ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രജൻ എവിടെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അടുത്ത ഹൈഡ്രജൻ. CH3 ഇവിടെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അടുത്ത CH3. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമേഴ്സ് വിത്ത് സിമിലർ ഗ്രൂപ്പ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട് ഈസ് കോൾഡ് ട്രാൻസ് ഐസോമർ. അപ്പോൾ ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് എന്താണ്? ട്രാൻസ് ഐസോമറാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ വേറൊരു പേരാണ് സിസ് ട്രാൻസ് ഐസോമറിസം. ഇനി ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഡിഫർ ഇൻ ദർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ജോമെട്രിക്കൽ ഐസോമേഴ്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ വ്യത്യാസമായിരിക്കും. അതായത് ഇപ്പം ഞാൻ സിസ് ടു ബ്യൂട്ടീനും പറഞ്ഞു, ട്രാൻസ് ടു ബ്യൂട്ടീനും പറഞ്ഞു. സിസ് ടു ബ്യൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വരുന്ന ബ്യൂട്ടീനെയാണ്, ടു ബ്യൂട്ടീനെയാണ് നമ്മൾ സിസ് ടു ബ്യൂട്ടീൻ എന്ന് വിളിക്കുക. അതായത് സിസ് ടു ബ്യൂട്ടീൻ, സിസ് ടു ബ്യൂട്ടീൻ അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ, സിസ് ടു ബ്യൂട്ടീൻ. അപ്പോൾ ഒരേ ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വരുന്ന അതിനെയാണ് നമ്മൾ സിസ് ടു ബ്യൂട്ടീൻ എന്ന് വിളിക്കുക. ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ട്രാൻസ് എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ജോമെട്രിക്കൽ ഐസോമേഴ്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസമുണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഡിഫർ ഇൻ ദർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതുപോലെ റേറ്റ്സ് ഓഫ് റിയാക്ഷൻസ്. റേറ്റ്സ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിസ് ടു ബ്യൂട്ടീനാണ് സ്ട്രക്ചറലി രണ്ടും. സിസ് എടുത്തു കഴിഞ്ഞാലും ട്രാൻസ് എടുത്തു കഴിഞ്ഞാലും സ്ട്രക്ചറലി രണ്ടും ടു ബ്യൂട്ടീൻ തന്നെയാണ്. ഫോർമുലയൊക്കെ സ്ട്രക്ചറൽ ഫോർമുലയൊക്കെ സെയിം ആണ്. പക്ഷേ സിസ് ഐസോമർ റിയാക്ട് ചെയ്യുന്ന പോലെ ആവില്ല, റിയാക്ട് ചെയ്യുന്ന സ്പീഡിലാവില്ല. ട്രാൻസ് ഐസോമർ റിയാക്ട് ചെയ്യുന്ന സ്പീഡ്. അതാണ് റേറ്റ്സ് ഓഫ് റിയാക്ഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററൊക്കെ നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറുന്നതിനുള്ള സ്പീഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേറ്റ്സ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പീഡ്, അതുപോലെ ഈവൺ ഇൻ സം ഓഫ് ദർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുക, അതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആക്ഷൻ വിത്ത് എയർ, അതുപോലെ ഓക്സിജൻ, വേറെ ഏതെങ്കിലും ഉള്ള റിയാക്റ്റൻറ്റുമായിട്ടുള്ള റിയാക്ഷൻ, ഇതൊക്കെയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ജോമെട്രിക്കൽ ഐസോമേഴ്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസമുണ്ട്. അതുപോലെ റേറ്റ്സ് ഓഫ് റിയാക്ഷനിലും, അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് കെമിക്കൽ റിയാക്ഷൻസിലൊക്കെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ ഒരു സിസ് ഐസോമറിൻ്റെ സാമ്പിളും ഒരു ട്രാൻസ് ഐസോമറിൻ്റെ സാമ്പിളും തന്നു കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുള്ള വ്യത്യാസം കൊണ്ടും അതുപോലെ ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് റിയാക്ഷൻസ് ഒക്കെ നോക്കിയിട്ടും ഏതാണ് സിസ് ഐസോമർ എന്നും ഏതാണ് ട്രാൻസ് ഐസോമർ എന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജോമെട്രിക്കൽ ഐസോമേഴ്സിനെ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, സിസ് ഐസോമറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് അല്ല ട്രാൻസ് ഐസോമറിന് ഉണ്ടാവുക. അതുപോലെ സിസ് ഐസോമറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് അല്ല ട്രാൻസ് ഐസോമറിന് ഉണ്ടാവുക. സിസ് ഐസോമറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല ട്രാൻസ് ഐസോമറിന് ഉണ്ടാവുക. ഇതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസാണ് റേറ്റ് ഓഫ് റിയാക്ഷനും അതുപോലെ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസും. ഇതും ഒക്കെ എന്തുണ്ടായിരിക്കും? വ്യത്യാസം കാണിക്കും. അതൊക്കെ നമ്മൾ ഓരോ റിയാക്ഷൻസ്, ഇപ്പോൾ നമ്മൾ ടു ബ്യൂട്ടീനും അതുപോലെ ഫ്യൂമാരിക് ആസിഡും മലൈക് ആസിഡൊക്കെ നമ്മൾ എക്സാമ്പിൾ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സിസ് ട്രാൻസ് ഐസോമറിസത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നതിനുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു. സിസ് എങ്ങനെയാണ്, ട്രാൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ചിത്രം കണ്ടാലും ഒന്നും കൂടി ക്ലിയറായിട്ട് മനസ്സിലാവും. അതായത് സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ വരിക.
ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഗ്രൂപ്പുകൾ രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ വരിക. The minimum requirement for geometrical isomerism in alkenes is that each carbon is bonded to two different groups. Okay. അതാണ് ഒരു എക്സാമ്പിൾ. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ബ്രോമിൻ, ഈ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ട് എന്താണ്? ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. എക്കും ബിക്കും പകരം നമ്മൾ എന്താണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ബ്രോമിനാണ്. സിസ് ട്രാൻസ് ഐസോമറിസം ഈസ് നോട്ട് പോസിബിൾ ഇഫ് ടു ഗ്രൂപ്പ്സ് ഓൺ വൺ കാർബൺ ഈസ് ഐഡൻറ്റിക്കൽ. രണ്ട് ഗ്രൂപ്പ്സും, ഒരു കാർബൺ ആറ്റത്തിൻ്റെ മുകളിലുള്ള രണ്ട് ഗ്രൂപ്പ്സും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കും എന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, നമ്മൾ ഈ രണ്ട് കോമ്പൗണ്ടും, അതായത് ഈ രണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഈ രണ്ട് സ്ട്രക്ചേഴ്സും എന്താണ്? 180 ഡിഗ്രി, ഈ മോളിക്യൂളിനെ മൊത്തമായിട്ട് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറാണിത്. ഈ രണ്ട് മോളിക്യൂളിനും നമ്മൾ വരയ്ക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് സൈഡിൽ നിന്നാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ സെയിം സ്ട്രക്ചർ തന്നെയാണ് വരിക എന്നുള്ളത് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ, സിസ് ട്രാൻസ് ഐസോമറിസം എന്തല്ല, ഇഫ് ടു ഗ്രൂപ്പ്സ് ഓൺ വൺ കാർബൺ ഈസ് ഐഡൻറ്റിക്കൽ. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മുകളിലുള്ള രണ്ട് ഗ്രൂപ്പ്സും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ നമുക്ക് സിസ് ട്രാൻസ് ഐസോമറിസം കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ജിയോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ റീസൺ ആണ് പറയാനുള്ളത്. കോസ് ഓഫ് ജിയോമെട്രിക്കൽ ഐസോമറിസം, റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ എബൌട്ട് ഡബിൾ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ ടു കാർബൺ ആറ്റംസ്, അതായത് ഒരു കാർബൺ ആറ്റത്തിന് മുകളിലുള്ള ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്മ ബോണ്ടും ഉണ്ടായിരിക്കും, ഒരു പൈ ബോണ്ടും ഉണ്ടായിരിക്കും. ഓക്കെ, ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും. ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ ഒരു സിഗ്മ ബോണ്ടും രണ്ട് പൈ ബോണ്ടുകളും ആയിരിക്കും ഉണ്ടാവുക. ഈ സിഗ്മ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യാന്നൊക്കെ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഹെഡ് ഓൺ ഓവർലാപ്പ് ഓഫ് ദ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓഫ് ദ ടു ആറ്റംസ്. ഈ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ ഇത് ഡബിൾ ബോണ്ട് ആൽക്കീനാണ്. ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. നമ്മൾ മീഥേൻ മോളിക്യൂള ഹൈബ്രിഡൈസേഷൻ പറഞ്ഞത് sp3 ആയിരുന്നു. ഫസ്റ്റ് ക്ലാസ് ഓർമ്മയുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ മീഥേൻ മോളിക്യൂളിലെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ് പറഞ്ഞത്. ഇവിടെ ഡബിൾ ബോണ്ടഡ് ആണ്, ആൽക്കീനാണ്. ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിൽ കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ആണ്. ഈ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിൻ്റെ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് വഴിയാണ്. ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഹെഡ് ഓൺ ഓവർലാപ്പിംഗ്. ഓക്കെ, ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? സിഗ്മ ബോണ്ട് ലഭിക്കുന്നത്. ഇനി പൈ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പൈ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റ് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. പൈ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഓഫ് ദ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ്. ഈ p ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യാത്ത p ഓർബിറ്റൽസ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുക. നേരത്തെ നമ്മൾ സിഗ്മ ബോണ്ട് കാണിച്ചത് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ്. ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് ഉണ്ടാവുക. ഈ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് വഴിയാണ് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് വഴിയാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. സ്ട്രോങ് ആയിരിക്കും. എന്നാൽ പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് സൈഡ് വൈസ് ഓവർലാപ്പ് ഓഫ് ദ unhybridized p orbitals standing perpendicular to the plane of sp2 hybrid orbitals. Okay, പൈ ബോണ്ട് എന്താണ്? വീക്കാണ്. പൈ ബോണ്ട് ലോക്സ് ദ മോളിക്യൂൾ ഇൻ ദിസ് പൊസിഷൻ എബോവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ ഓഫ് ദ ആറ്റംസ്. അപ്പോൾ പൈ ബോണ്ട് കാരണം പൈ ബോണ്ട് മുകളിലും താഴെയും എന്ത് ചെയ്തു? ഈ മോളിക്യൂളിനെ ലോക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചത് പൈ ബോണ്ട് ഫോം ചെയ്യുക ഇങ്ങനെയാണ്. ഒരു പൈ ബോണ്ട് ഇങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുക. താഴെയും മുകളിലും എന്ത് ചെയ്തു? ഈ മോളിക്യൂളിനെ ലോക്ക് ചെയ്യാണ് പൈ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഇനി
an attempt to distort the system from its planar arrangement of atoms by rotation about the double bond would tend to decrease the sidewise overlap and thereby rupture the pi bond. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു ഇതൊരു പ്ലാനാർ ഫോമിലാണ് നിൽക്കുക. ഈ പ്ലാനാർ ഫോമിലുള്ള അറേഞ്ച്മെൻറ്റിനെ നമ്മൾ റൊട്ടേഷൻ വഴി മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക? ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നു? പൊട്ടുന്നു. ഈ ഡബിൾ ബോണ്ട് അവിടെ പൊട്ടുന്നു. ഓക്കെ, പ്രസൻസ് ഓഫ് ദ പൈ ബോണ്ട് റെസ്ട്രിക്ട്സ് ഓർ ഹിൻഡേഴ്സ് ദ റൊട്ടേഷൻ ഓഫ് ദ മോളിക്യൂൾ എബൌട്ട് എ ഡബിൾ ബോണ്ട്. ഈ പൈ ബോണ്ടിൻ്റെ ഈ പ്രസൻസ് കാരണം ഈ റൊട്ടേഷൻ, അതായത് നമ്മൾ കൺഫർമേഷണൽ ഐസോമറിസത്തിൽ സിംഗിൾ ബോണ്ടിലെ ഫ്രീ റൊട്ടേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ഫ്രീ റൊട്ടേഷനെ ആരാണ് ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? പൈ ബോണ്ടാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ടാവുന്നത്. ഐസോമേഴ്സ് ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പൈ ബോണ്ട് മുകളിലും താഴെയും മോളിക്യൂളിനെ എന്ത് ചെയ്യുന്നു? ലോക്ക് ചെയ്യുന്നു. ആ ലോക്ക് മാറ്റിയിട്ട് നമ്മൾ മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. പൈ ബോണ്ട് അങ്ങനെ വെറുതെ ബ്രേക്ക് ചെയ്യില്ല. പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? എനർജി സപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ കോസ് എന്ന് പറയുന്നത്. ജോമെട്രിക്കൽ ഐസോമറിസം കോസ്ഡ് ബൈ ഹിൻഡേർഡ് റൊട്ടേഷൻ എബൌട്ട് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. ഓക്കെ.